നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് അറിയപ്പെടുന്ന താരങ്ങളാണ് RJ ബിൻസിയും സഹോദരി മരിയ ബിജുവും അവരുടെ മാതാപിതാക്കളും എല്ലാം തന്നെ. ബിഗ് ബോസിലൂടെയാണ് ബിൻസി കൂടുതലും പ്രശസ്തിയായതെങ്കിലും ഇതിനുശേഷവും പൊതുപരിപാടികളിലും സമൂഹ മാധ്യമങ്ങളിലും ബിൻസിയും അവരുടെ കുടുംബവും നിറഞ്ഞു നിൽക്കാറുണ്ടായിരുന്നു. സഹോദരി മരിയയും ചുരുങ്ങിയ കാലയളവിലാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിക്കാൻ ഇടയായത്. അവതാരകരെ കണ്ടെത്തുവാനുള്ള സ്വകാര്യ ചാനൽ റിയാലിറ്റി ഷോയിലൂടെയാണ് ബിൻസി ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും വ്യത്യസ്തമായ നിലപാടുകളിലൂടെയും തുറന്നു പറച്ചിലൂടെയും ബിൻസി ശ്രദ്ധ നേടാറുണ്ട്. പല പൊതുപരിപാടികളിലും ബിൻസി കുടുംബസമേതമാണ് പ്രത്യക്ഷപ്പെടാറും ഉള്ളത്. ബിൻസിയുടെ റീൽ വീഡിയോകളിലും വ്ലോഗുകളിലും സഹോദരിയും മാതാപിതാക്കളും സ്ഥിര സാന്നിധ്യവുമാണ്. എന്നാൽ ഇപ്പോൾ ബിൻസിയെക്കുറിച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു ഇമേജാണ് മരിയയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെ എത്തിയിരിക്കുന്നത്. വന്നിരിക്കുന്ന വീഡിയോ വളരെ ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ബിൻസി തന്നെ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നും ഏറെക്കാലമായി താൻ ഇത് അനുഭവിക്കുകയാണെന്നുമാണ് മരിയ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ പാടുകളും കാണിക്കുന്നുണ്ട്. കുറെ നാളായി ഞാൻ ഇതൊക്കെ സഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വീഡിയോയിൽ കാണുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ അവൾക്ക്. എൻ്റെ മേലെ മുഴുവനും ബിൻസി ഉപദ്രവിച്ച പാടുകളാണ്. കയ്യിലൊക്കെ കടിച്ചു പറിച്ചിരിക്കുകയാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്നെ ആശുപത്രിയിലും ആരും കൊണ്ടുപോകുന്നില്ല. അവൾ പാട്ടം വെച്ച് സന്തോഷിച്ച് ഇരിക്കുകയാണ്. കൊച്ചിലെ മുതൽ ഞാൻ ഇതൊക്കെ തന്നെയാണ് അനുഭവിക്കുന്നത്. വീഡിയോയിൽ കാണിക്കുന്ന സ്നേഹം മാത്രമേ ഉള്ളൂ. എൻ്റെ മേലെ മുഴുവൻ ഇതുപോലുള്ള പാടുകളാണ്. എൻ്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ച് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് കരയുന്നതായിരുന്നു വീഡിയോ. എന്നാൽ അവസാനം ആരും വീഡിയോ കണ്ട് വിശ്വസിക്കരുത്, എല്ലാം കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ് എന്നാണ് മരിയ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് നിമിഷ നേരം കൊണ്ടാണ് വൈറലായി മാറിയത്. അവസാന ഭാഗം കാണാതെ പലരും ഇതിന്റെ പ്രധാന ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ബിൻസിക്ക് എതിരായാണ് ഇതിലെ പ്രതികരണ വീഡിയോകൾ എല്ലാം തന്നെ വരികയും ചെയ്തിരുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു മരിയയുടെ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ പിന്നീട് ഇത് നീക്കം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഇതിനകം പല സോഷ്യൽ മീഡിയ പേജുകളിലും യൂട്യൂബ് ചാനലുകളിലും വീഡിയോ വന്നു കഴിഞ്ഞു. പല യൂട്യൂബർമാരും വീഡിയോകളും ചെയ്തിട്ടുണ്ട്. ആരും ഈ വീഡിയോ കണ്ട് തെറ്റിദ്ധരിക്കരുതെന്നും ഞങ്ങൾ ചെയ്തത് വെറും കണ്ടന്റിന് വേണ്ടിയുള്ള അഭിനയം മാത്രമാണെന്നും മരിയ തുറന്നു പറയുന്നുണ്ടെങ്കിലും വീഡിയോയുടെ ഈ ഭാഗം പലരും ശ്രദ്ധിക്കാതെ പോയതാണ് വിവാദങ്ങൾക്ക് കൂടുതൽ വഷളാക്കി മാറ്റിയിരിക്കുന്നത്. ഈ സംഭവത്തിലെ ഏറ്റവും വലിയ ദൗർഭാഗ്യം വീഡിയോയുടെ ആദ്യ ഭാഗം മാത്രം വൈറലായി മാറി എന്നുള്ളതാണ്. ഇതിന്റെ പൂർണ്ണ ഭാഗം കാണാതെ പലരും ബിൻസിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്നുമുണ്ട്. അർദ്ധസത്യങ്ങൾ പ്രചരിച്ചതോടെ വീഡിയോയിലെ ഉള്ളടക്കം സത്യമാണെന്ന് വിശ്വസിച്ച ഒരു വലിയ വിഭാഗം ആളുകൾ ബിൻസിയെ ക്രൂശിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. ഒരു സഹോദരി മാത്രമാണ് ബിൻസിക്കുള്ളത്. ആലപ്പുഴ SD കോളേജിലെ മൈക്രോബയോളജി വിഭാഗം വിദ്യാർത്ഥിനിയാണ് മരിയ. എല്ലാ പൊതുപരിപാടികളിലും ബിൻസി കുടുംബസമേതമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. അതുകൊണ്ട് തന്നെ ബിൻസിയുടെ കുടുംബം പ്രേക്ഷകർക്ക് സുപരിചിതവുമാണ്. ബിൻസിയുടെ റീൽ വീഡിയോകളിലും വ്ലോഗുകളിലും സഹോദരി മരിയ സ്ഥിര സാന്നിധ്യവുമാണ്. ഇരുവരും ഒരുമിച്ച് അടുത്തിടെ ബുള്ളറ്റ് വാങ്ങാൻ പോയതും വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കുന്നതിനിടെ രണ്ടുപേരും ബൈക്കിൽ നിന്ന് വീഴാൻ ഇഴയായി പോകുന്ന രംഗങ്ങളുമെല്ലാം തന്നെ വൈറലായി മാറിയിരുന്നു. സഹോദരി എന്നതിലുപരിയായി മകളെ പോലെയാണ് ബിൻസി മരിയയെ കൊണ്ടു നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ മരിയയുടെ ഈ വീഡിയോ വന്നതോടെ ഫോളോവേഴ്സിനും അതിശയം ഉണ്ടാക്കിയിരുന്നു. റീലും റിയാലിറ്റിയും വ്യത്യസ്തമാണെന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മരിയയുടെ വീഡിയോ കണ്ട് പ്രേക്ഷകരുടെ ഒരു വിഭാഗം ആളുകൾ കമന്റ് ചെയ്തത്. ഫാമിലി ഫോളോവേഴ്സിന് ഇടയിൽ പതിവായി കണ്ടുവരാറുള്ള ഒന്നുകൂടിയാണ് കുടുംബ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ചർച്ച ചെയ്യുക, പ്രശ്നങ്ങൾ വഷളാക്കുക, റീച്ച് ഉണ്ടാക്കുക എന്നത്. ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ബിൻസിയുടെ പിതാവ്. അച്ചാച്ചന്റെ ഓട്ടോയും ബിൻസിയും ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ പോപ്പുലറുമാണ്. അടുത്തിടെയാണ് ബിൻസിയുടെ കുടുംബവും കഠിനാധ്വാനത്തിലൂടെ പുതിയൊരു വീട് സ്വന്തമാക്കിയത്. ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് വലിയ പ്രതീക്ഷകളോടെയായിരുന്നു ബിൻസി എത്തിയിരുന്നതെങ്കിലും അതിവേഗത്തിൽ പുറത്തു കടക്കുകയായിരുന്നു. അടുത്തിടെ ഭാവി വരനെ കുറിച്ച് ബിൻസി പറഞ്ഞ വാക്കുകളും വൈറലായി മാറിയിരുന്നു. തന്നെ കെട്ടുന്നവന് മാസം 50,000 രൂപ അങ്ങോട്ട് കൊടുക്കാമെന്നായിരുന്നു ബിൻസി പറഞ്ഞത്. എനിക്ക് പാർട്ണർ ഇല്ല, ഒറ്റയ്ക്കാണ്. ഞാൻ വെയിറ്റിംഗിലാണ്. എനിക്ക് 27 വയസ്സാണ് ഉള്ളത്. 30 വയസ്സുള്ള ഒരു ചേട്ടനെ കിട്ടിയാൽ സന്തോഷമാണ്. ഏജും ജോലിയും ഒക്കെ എനിക്ക് പ്രശ്നമല്ല. ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. ജോലിക്ക് പോവാൻ മടിയുള്ള ആളാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഞാൻ നോക്കിക്കൊള്ളാം. ഞാൻ ചെലവിന് തരും, പക്ഷെ എന്നെ സ്നേഹിക്കണം, കെയർ ചെയ്യണം. മാസം 50,000 രൂപ വരെ കൊടുക്കാം എന്നാണ് ബിൻസി പറഞ്ഞത്. എന്നാൽ ഇതിലും താരത്തിന് വലിയ വിമർശനങ്ങളായിരുന്നു നേരിടേണ്ടി വന്നത്.